ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. എന്നത്തെയും പോലെ തന്നെ രാവിലെ മുതൽ ഉച്ച വരെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടോക്കുക. പിന്നെ പറഞ്ഞാൽ ഇന്ന് ചിലപ്പം വോയിസിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നും കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ രാവിലെയാണ് കേട്ടോ ഉറക്കണീച്ച് മക്കളെ മദ്രസ പറഞ്ഞയച്ചിട്ട് ഉള്ള ആ ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം എണീച്ചപാടുള്ള ആ ഒരു ഇതിൻ്റെ ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അടി കൂടുന്ന കാണില്ലേ, ഇതന്നെയാണ് കേട്ടോ ഇവിടുത്തെ കഥ. ഇവർ രണ്ടാളും തീരെ ഒക്കൂല കേട്ടോ, എന്തോരടിയാണ് അറിയോ. പക്ഷേ നമ്മളിപ്പോൾ വാഴ 2 കാണുമ്പോൾ നമ്മൾ പറയില്ലേ സഹോദരങ്ങൾ തമ്മിൽ ഇതേപോലെ എനിക്കും തോന്നും കേട്ടോ അടി. പക്ഷേ ഈറ്റകൾ തമ്മിലേ മറ്റേ അങ്ങനത്തെ ക്ലൈമാക്സും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഞാനല്ലാണ്ട് പിന്നെ ആരെയെന്നൊന്നും പറയാൻ പറ്റൂല. രണ്ടാളും അടിയാണ് കേട്ടോ അവർ, ഭയങ്കര അടിയാണ്. പക്ഷേ ഒരാൾ എവിടേക്കെങ്കിലും ഒന്ന് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിച്ചുമോൾ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിച്ചു എപ്പോഴാണ് വരിക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് കിട്ടോ നാപ്പി. പക്ഷേ അടിക്കൊരു കുറവുമില്ല കേട്ടോ. ഇവിടെ മാത്രമേ ആയിരിക്കൂല, ചിലപ്പോൾ എല്ലായിടത്തും തന്നെ ആയിരിക്കൂലേ കഥ. ചെറിയതിനോടാണ് വല്ലാണ്ട് അടിമലേക്ക് അങ്ങോട്ട് പോവാത്ത കേട്ടോ. ഒന്നാമത്തെ ഓന് അടി കൂടാനുള്ള പ്രായവും ഇവർക്ക് തിരിച്ച് കാട്ടാനുള്ളൊരു ഇതിമലേക്ക് ഓൻ എത്തിയിട്ടില്ലല്ലോ ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാനും കൂടെ ഇവിടെ അല്ലെങ്കിൽ കണക്കായി കേട്ടോ ഈറ്റിങ്ങളെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും അതിങ്ങനെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത് ഓര് രണ്ടാളും കണ്ടിട്ടില്ല കേട്ടോ. നാഫിമോന് കണ്ടാലും ഓനക്കത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിച്ചുമോൾ കണ്ടിട്ടില്ല കേട്ടോ. ഓക്ക് ഞാൻ ട്രൈപ്പാഡ് അവിടെ ഉള്ളത് കാണുന്നുണ്ട്, അത് ഓണാണോ ഓഫാണോ എന്നുള്ളത് തിരിഞ്ഞിട്ടില്ല. അതാണ് പിന്നെ ഞാനത് ഡിലീറ്റ് ആക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ, അവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ടാണ്. എന്തായാലും വെള്ളിയാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പം മദ്രസ ഇല്ലാത്ത ദിവസമാണല്ലോ, അതാണ് പിന്നെ രാവിലെ തന്നെ അങ്ങോട്ട് അംഗം തുടങ്ങാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഓര്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചായക്കുള്ള കടി എന്ന് പറയുന്നത് കുഞ്ഞിപ്പത്തിരിയാണ് കേട്ടോ. ഞാൻ നോമ്പിന് ഉണ്ടാക്കിയതാണ് കുഞ്ഞിപ്പത്തിരി. ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇന്നാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആ ഒരു ഉരുട്ടി ഇതാക്കി ഒരു പണ്ടുള്ളവർ പറയും ഇതൊരു ചൊറപ്പണിയാണ് എന്നുള്ളത്, ഒരു ചൊറപ്പത്തിരിയാണ് എന്ന് പറയും. എന്തായാലും ഇന്ന് അതന്നെ ഉണ്ടാക്കണം എന്ന് ഞാൻ ഇന്നലെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടാക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് മദ്രസും ഇല്ല സ്കൂളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കിച്ചണിൽ കയറാൻ കുറച്ച് നേരവും വൈകിയിട്ടുണ്ടായി. പിന്നെ എന്തായാലും വേണ്ടിയില്ല ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലേ, അപ്പം അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ പൊടിയൊക്കെ വാട്ടി സാധാരണ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ വാട്ടണ ആ ഒരു രീതിയിൽ തന്നെയാണ് പൊടിയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നല്ലോണം കുഴച്ചെടുത്ത് വേഗം ഞാൻ ഉരുട്ടാൻ നിന്ന് അതിൻ്റെ കൂടെ പിന്നെ നിച്ചുമോൾ എണീച്ച് വന്നേരം ഓളയും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ആയപ്പം സംഗതി പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഷട്ടപടേന്ന് കേട്ടോ ബാക്കിയുള്ള പണികൾ. ഇക്കാക്ക് നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. ഞാനിതാക്കിയും കൊണ്ട് പൊടി വാട്ടിയും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇക്കാക്ക് കുറച്ച് നേരത്തെ തന്നെ ഇന്ന് ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും പോകണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കും ചായയും കടി ആവും വേണം. പിന്നെ ഒരു എന്താ പറയുക, ഒരു പുക പണിയായിരുന്നു കേട്ടോ. എന്തായാലും പോകുമ്പോഴത്തേക്കും ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ നിച്ചോളും കൂടി ഇരുന്ന് കുഞ്ഞിപ്പത്തിരിക്കൊക്കെ കണ്ട് പരത്തി അത് വേഗം ആവിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കറി ഇതിനിപ്പോൾ ബീഫും ചിക്കനൊക്കെയാണ് ചേരുക എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ കഷ്ണമീൻ പോലത്തെ പുഴമീനുണ്ടല്ലോ, പിലോപ്പി, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അതുതന്നെയാണോ അതിൻ്റെ നമ്മളവിടെ പിലോപ്പി എന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ ആ മീൻ കൊടുന്നിട്ട് ഇന്നലെ കേട്ടോ മീനൊക്കെ കൊടുന്നു നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ചൊന്ന് അതിൻ്റെ തലയും കഷ്ണമൊക്കെ ഇട്ടിട്ടൊന്ന് വറ്റിച്ചിട്ടുണ്ടായി. പിന്നെ ഞാൻ ഫുള്ളും പൊരിക്കാനും കുറച്ച് കറി വെക്കാനും അങ്ങനെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ കറി വെക്കാനുള്ളതെന്ന് അതിന് കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് വേഗം ഇതിലേക്ക് അങ്ങോട്ട് കറിയാക്കി തക്കാളിയും പച്ചമുളകും എല്ലാം പാടിട്ട് വേഗം ഒക്കെ ഒരുമിച്ച് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ച് ഒപ്പരം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ വാട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് വേണ്ട നമ്മളെ പൊടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ചു. നമ്മളെ കറി അവിടെ എന്തായിട്ടുണ്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെന്താണ് അത് തിളച്ച് വന്നു മീനും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഒന്ന് വെന്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഉറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡി ആയിക്കോളും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ ഒരു കുഞ്ഞിപ്പത്തൽ വറവിടാനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. ഞാനിത് ഇവിടെ ഇക്കാൻ്റെ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ് കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ അരപ്പിൽ ചേർത്തിട്ട് അത് പഠിച്ചത്. നമ്മളവിടെ പൊടികളിടും അങ്ങനെയായിരുന്നു. ഉള്ളീൻ്റെ കഷ്ണവും ഇടുമായിരുന്നു. തക്കാളീൻ്റെത് അങ്ങനെ അറിയില്ല ഇനി കേട്ടോ. ഒക്കെ ഞാനിവിടെ വന്നിട്ട് അധികവും കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ അധികവും പഠിച്ചത് ഇക്കാൻ്റെ ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ ഇവർ ഫുഡ് വെക്കാൻ പോകുന്ന ആൾക്കാരാണല്ലോ, ഭക്ഷണം വെക്കുന്ന കാറ്ററിങ്ങിൻ്റെ ആൾക്കാരാണ്. പകുതി 11 പേരുണ്ട്, 11 മക്കളുണ്ട്, 2 പെണ്ണും 9 ആണുമാണ്. അതിൽ 2-3 ആളൊക്കെ മാത്രമേ ഈ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഇല്ലാത്തതുള്ളൂ. ബാക്കിയുള്ളവരധികവും എല്ലാവരും ഈ ഹോട്ടൽ പണി, ഫുഡ് കാര്യങ്ങൾ ആ ഒരു മേഖലയിൽ പണിയെടുക്കണതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ആ ഒരു ചൊയ ഞമ്മക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് കാര്യമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലും ഇതാക്കലും ഒക്കെ പഠിച്ചത് ഇവിടെ വന്നിട്ട് തന്നെയാണ് കേട്ടോ എന്തായാലും. അപ്പോൾ അതാ ഞാൻ പിന്നെ ആ ഒരു വറവിൻ്റെതാണ് ഇപ്പോൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ എത്തിപ്പോകും കേട്ടോ. നമ്മൾ വിചാരിക്കാണ്ട് അങ്ങോട്ട് പറഞ്ഞു പോകും. ചിലപ്പോൾ ചിലത് ഓർക്കുമ്പോഴും പറയുമ്പോഴാണല്ലോ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോകുമല്ലോ. അപ്പോൾ എന്തായാലും തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ എന്താണ് ചിക്കൻ ഇല്ലെങ്കിലും ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു വേറൊരു ടേസ്റ്റ് തരും നമ്മൾ ആ ഒരു മസാല, ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ അതിന്. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഒരു ഉള്ളിയും, പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും, അതുപോലെ ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ കറിക്കൊന്നും അരക്കും പോലെ അങ്ങനെ ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പകുതി അരപ്പായിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. നമുക്കിത് വറവിട്ടെടുക്കാൻ അങ്ങനെ അതൊന്ന് അരച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇടുക. ഈ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം തിളച്ച് വന്ന അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ചേർക്കുക. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പത്തിരി അതിങ്ങോട്ട് ഇട്ടിൽ ചെമ്പിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളം ഒഴിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പച്ചവെള്ളം ഒഴിച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇക്കാക്ക് പോകാൻ നല്ല സമയം, വേഗം പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവണമല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, പെരും ചൂടായിരുന്നു, അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് ഒട്ടാതെ അങ്ങോട്ട് കിട്ടും. കയ്യിലുകൊണ്ട് ആ ചൂടോടുകൂടെ കയ്യിലും കൊണ്ട് നമ്മൾ കുത്തി ഇതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം പിന്നെ കുളമായി പോകും. അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ കൈ കൊണ്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ വറവിടാൻ വേണ്ടിയിട്ട്. എന്തായാലും വറവിടലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ചായ കൂടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇക്ക മാറ്റി ഒരുങ്ങി പോയിട്ടുമുണ്ട് കേട്ടോ. അക്കാക്ക് വേഗം പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ചായക്കാക്കി കൊടുത്തു. പോകുമ്പോഴേക്ക് ഈ ചായ കൊടുക്കാണ്ട് അല്ലെങ്കിൽ ചായ കുടിക്കാണ്ട് പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു വട്ടം അങ്ങനെ ആയിട്ടുണ്ടായിന് കേട്ടോ. ഇക്കാക്ക് ഓട്ടം ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. ഞാൻ എന്താ പറയുക, ചായയും കടിയും അങ്ങനെ പെട്ടെന്ന് അത്ര സമയത്ത് തന്നെ പോകുമെന്ന് വിചാരിച്ചില്ല. ചായയും കടിയും ഇങ്ങോട്ട് ആവുകയും ചെയ്തു. ഞാൻ വേറെ എന്തോ ഒരു പണിയുമല്ലേക്ക് അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇക്ക പിന്നെ വണ്ടിക്കാരല്ലേ, ഇക്ക എപ്പോഴും പറയും വണ്ടിക്കാരല്ലേ, അപ്പോൾ പിന്നെ ആരെയും വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇതുപോലെ അല്ലല്ലോ, ഇതിപ്പോൾ ഒരു ഓട്ടം ഉണ്ട് വരീന്ന് പറയുമ്പോഴേ അത് പോകുകയല്ലാതെ പിന്നെ അവർക്ക് നിൽക്കാനുള്ള ആ ഒരു ടൈമില്ലല്ലോ. അപ്പോൾ ഇക്ക ചായ കുടിക്കാതെ അങ്ങോട്ട് പോയി, കുളിച്ച് മാറ്റി വേഗം ചായ കുടിക്കാണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറായിരുന്നു കേട്ടോ അങ്ങനെ കുടിക്കാണ്ട് പോയപ്പോൾ. പിന്നെ ഞാൻ സാധാരണ പെട്ടെന്ന് തന്നെ ആക്കലുണ്ട്. സാധാരണ ഇക്ക കൊടുകിലൊക്കെ പണിക്കാരെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് 7 മണിക്ക് പോവലുണ്ട്. ഞാൻ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ചായയും കടിയും കറി, അതുപോലെ ചിലപ്പോൾ കടി അവിടെ പോയി, ചിലപ്പോൾ കാപ്പി പറയാ തോട്ടത്തിലൊക്കെ പണിക്കാരെയും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ പിന്നെ ഒന്നും ഫുഡ് കിട്ടൂല, പിന്നെ തിരിച്ച് ഇവിടെ വരണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോറോ അല്ലെങ്കിൽ രാവിലത്തെ കടിയോ ടിപ്പിയിലാക്കി ഒക്കെ കൊടുക്കലുണ്ടായിനി കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ വേഗം ആക്കുന്നുണ്ടായി. ഇപ്പോൾ പിന്നെ സ്കൂളും കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും കൂടെ നമ്മൾ ബാക്കോട്ട് അടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ റൊട്ടീനും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഇപ്പോൾ ഒരാഴ്ചയും കൂടെ ഉണ്ടാവില്ലേ. തിങ്കളാഴ്ച ജൂൺ 1 സ്കൂൾ അങ്ങോട്ട് തുറക്കും. ഇനിയിപ്പോൾ എല്ലാം പഴയപടി റൊട്ടീനൊക്കെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. എണീക്കൽ എനിക്ക് വലിയ വിഷയമുള്ള കാര്യമില്ല കേട്ടോ. ഞാൻ അങ്ങനെ കുട്ടികളെ മദ്രസ പറഞ്ഞയച്ചിട്ട് പിന്നെയും പോയി കിടന്നുറങ്ങുക, ആ ഒരു പഠിപ്പ് എനിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്നാലും ഞാൻ പോയി കിടക്കൂല, അത് എനിക്കിഷ്ടമല്ല കേട്ടോ.
പിന്നെ പണികളും അങ്ങനത്തെ ആ ഒരു ഇതിലൊന്നുമില്ല. പിന്നെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുക അതാക്കുക ആ ഒരു ഇപ്പത്തതിയിൽ നിന്ന് നമ്മൾ പണ്ടത്തെ ആ ഒരു ഇതിലേക്ക് ഒരു മാറ്റം വരും. ഒരു കണക്കിന് ഈ സ്കൂളും മദ്രസ ഒക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. ഈറ്റിങ്ങളെ പുരയിൽ പൊറുപ്പിക്കലേ നടക്കൂല കേട്ടോ. ഒന്നാമത്തെ വെയിലും കൊണ്ട് അതിലേയും നടന്ന് ഇതിലേയും നടന്ന് നമ്മൾ എത്ര വെച്ചിട്ടാ പുരൻ്റെ ഉള്ളിൽ പൂട്ടിയിടലൊന്നും നടക്കൂലല്ലോ. നിച്ചുമോളും നാച്ചി ചെറുതിനെ നമ്മൾ മെല്ലെ മാനേജ് ചെയ്താൽ അങ്ങോട്ട് കിട്ടും. നാഫിമോനെ തീരെ കിട്ടൂല കേട്ടോ. ഓൻ്റെ പ്രായം അതാണ്, കളിച്ചങ്ങനെ നടക്കേണ്ട പ്രായമാണ്. പക്ഷെ നട്ടുച്ചയും ഉണ്ടാവില്ല, വെയിലും ഉണ്ടാവില്ല, മഴയും ഉണ്ടാവില്ല പറഞ്ഞ മാതിരി രാവിലെ ചായയും കുടിച്ചൊരു പോക്ക് പോയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ വിളിക്കണം കേട്ടോ. അതിലേയും അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയും കേട്ടോ, സ്കൂളുള്ളത് തന്നെയാണ് നല്ലത് നിങ്ങൾക്ക് എന്ന്. എന്തായാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയുക റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വൃത്തിയാക്കലിനോട് കൂടെ തന്നെ ബാക്കി മൊത്തത്തിൽ എല്ലായിടത്തും ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ട് അകവും എല്ലാം. പിന്നെ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് വേഗം നേരെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമ്മളെ ചോറ് അവിടുന്ന് ആയിക്കോളുമല്ലോ. ഇന്ന് വേഗം പണി തീർക്കണം എന്ന് വിചാരിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു വേഗം എന്നുള്ളതിനുള്ള സ്പീഡൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു വലിയ കുഴപ്പമില്ല. ഒരു 1 മണി 1:30 ആയപ്പോഴത്തേക്കും പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കം പാസ്സാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വേഗം തീർത്തുകൊണ്ട് നിൽക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു, കിടന്നുറങ്ങാനൊക്കെ തോന്നും കേട്ടോ. ഒരു മൂടൽ പോലത്തെ ആ ഒരു വലിയൊരു വെയിലില്ലാത്ത ആ ഒരു കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ നാസിമോൻ ഉറങ്ങുന്ന സമയത്ത് ഓൻ്റെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ. എന്തായാലും അടിച്ചു വാരലും ചോറിന് വെള്ളം വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെയും നമ്മളെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഒന്നും നമ്മളങ്ങനെ വീഡിയോയിൽ എടുക്കൂലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വേഗം പാത്രങ്ങളും കഴുകി വെച്ച് പിന്നെ ഞാൻ തുടക്കലും അതുപോലെ അലക്കലും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെറും ചോറും ഉണ്ട്, പിന്നെ രാവിലത്തെ മീൻ കറിയോ മാത്രമല്ല ഉള്ളത്. പിന്നെ ഞാൻ തലേ ദിവസം ചപ്പ് താളിച്ചിട്ടുണ്ടായിനി, അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെ കഴിഞ്ഞ ആ ഒരു കാറ്റും മഴ, ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ മുന്നത്തെ അടുത്ത വാഴയും കൂടെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതിൽ കായ് ഉണ്ടായി. അതാണ് നിങ്ങൾ ആ താഴെ അടുപ്പിൻ്റെ അടിയിൽ ഞാൻ വെച്ചത് കണ്ടില്ല. പുറത്തായിട്ടോ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഉപ്പേരി വെക്കാനും മുറിച്ചാണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. നോക്കുമ്പോൾ അത് താഴെ ഭാഗത്തുനിന്ന് മഞ്ഞ കളർ പഴുപ്പ് വരുന്ന പോലെ ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പഴുത്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അകത്തേക്ക് തന്നെ എടുത്ത് കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേലെന്ന് ആ ഒരു ചെറിയ ആ ഒരു ഇതിമെന്ന് ഞാൻ ഒരു 4-5 കായ്, അത് പച്ചക്കായ് ഉപ്പേരിക്ക് പറ്റണത് തന്നെയായിരുന്നു. അപ്പോൾ അത് വേഗം പച്ചക്കായ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകി നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ചോറ് അങ്ങോട്ട് ആയിക്കോളുമല്ലോ. ഇനിയിപ്പോൾ അതാട്ടോ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. വേവിക്കാൻ വെക്കണു അപ്പോഴത്തേക്ക് അത് വെന്തതും കണ്ടൂലേ. എന്താല്ലേ വീഡിയോൻ്റെ ഒക്കെ ഒരു പവർ. എന്തായാലും അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ഇത് വറവിടലും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ട് ആ ഒരു നമ്മളെ കല്ലിലൊന്ന് ചതക്കിയിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കായുപ്പേരിക്കും അതുപോലെ മമ്പയർ ഉപ്പേരി ഇതിലൊക്കെ വെളുത്തുള്ളി ചതച്ച് ഇടുമ്പോൾ നല്ലൊരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് കുളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചോറ് വയ്ക്കാനൊക്കെ തന്നെ കേട്ടോ ഉള്ളത്. അപ്പോൾ അതാ എന്താ പറയുക ഉപ്പേരിയും കൂടെ ഒന്ന് വറവിട്ട് ഞാൻ അടുക്കളയൊക്കെ മൊത്തം ഒതുക്കി പെറുക്കി അങ്ങനെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പെരങ്ങുന്നത് കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചാൽ വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ അടിയിൽ വേറൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് ഇനി പോയി കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചോറ് വയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.